Welcome to BSc Complementary Physics S3 37th lecture Antiferromagnetism and Ferrimagnetism. Antiferromagnetism and Ferrimagnetism. BSc Complementary Physics. So in the last class we have seen what is called ferromagnetism. The domain theory of ferromagnetism. There are ferromagnetic materials. Now you see a different property known as antiferromagnetism and again ferrimagnetism. So this can be explained using certain diagrams. In this diagram, a ferromagnetic substance is shown, a domain is shown, all the atomic magnets are directed in the same direction, hence it exhibits high magnetization. But you see two other figures. The second figure in this slide represents antiferromagnetism. In this case, some atoms or half of the atoms are oriented in the opposite direction, so the resulting magnetization is zero. Some atomic magnets are oriented in one direction and half of the atomic magnets are oriented in opposite direction, the net magnetization is zero. And in the third case, those atomic magnets oriented in opposite direction have lower magnetic moment, hence there exists some net magnetization, and such a substance are called ferrimagnetic substance, or the property is called ferrimagnetism. We can see in detail. You look here. In some substances, the electron spins are naturally oriented in anti-parallel. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഫെറോമാഗ്നറ്റിസത്തിൽ നിന്ന് ആൻറ്റിഫെറോമാഗ്നറ്റിസത്തിനും ഫെറിമാഗ്നറ്റിസത്തിനും എന്ത് വ്യത്യാസമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പടം കാണിക്കുന്നത് ഫെറോമാഗ്നറ്റിസാണ്. ഒരു ഡൊമൈനിലുള്ള എല്ലാ അറ്റോമിക് മാഗ്നറ്റുകളും ഒരേ ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതിവിടെ ഡിസ്കഷനായിട്ട് വരുന്നില്ല. ഡിസ്കഷൻ വരുന്നത് ആൻറ്റിഫെറോമാഗ്നറ്റിസാണ്. അപ്പോൾ ആൻറ്റിഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഈ ഹാഫ് ഓഫ് ദി ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഓപ്പോസിറ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യും. അത് നമ്മൾ അടുത്ത പടത്തിൽ കാണിക്കുകയാണ്. Look here in the second figure shows antiferromagnetism. In this figure, half of the in some substance the electron spins are naturally oriented in anti-parallel directions, resulting a zero net magnetization. അതായത് ഈ ആൻറ്റിഫെറോമാഗ്നറ്റിക് വസ്തുവിൽ പകുതി അറ്റോമിക് മാഗ്നറ്റ്സ് ഓപ്പോസിറ്റായിട്ട് ഓറിയൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ നെറ്റ് മാഗ്നറ്റൈസേഷൻ പൂജ്യമാകും. അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റൈസേഷൻ പൂജ്യമുള്ള ഡൊമൈൻ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ ആൻറ്റിഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത്. In this case, the substance is called antiferromagnetic. അങ്ങനെ ഈ നെറ്റ് മാഗ്നറ്റൈസേഷൻ സീറോ വരുന്ന വസ്തുക്കളെ നമ്മൾ ആൻറ്റിഫെറോമാഗ്നറ്റിക് എന്ന് പറയും. അതിന് കാരണം ഹാഫ് ഓഫ് ദി ആറ്റംസ് ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ മൊമെൻറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് എക്സാമ്പിളാണ് FeO, ഫെറിക് ഓക്സൈഡ്, MnO, മാഗ്നീസ് ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, നിക്കൽ ഓക്സൈഡ്, ഇവയെല്ലാം ആൻറ്റിഫെറോമാഗ്നറ്റിക് വസ്തുക്കളാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫെറിമാഗ്നറ്റിസം. ഈ ഫെറിമാഗ്നറ്റിസത്തിൽ ഈ കുറേ എല്ലാ മോളിക്യൂൾസും ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലതിന് അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവാണ്, അത് ഓപ്പോസിറ്റ് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു നെറ്റ് റിസൾട്ടൻ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടായിരിക്കും. അത്തരം വസ്തുക്കളാണ് ഈ ഫെറിമാഗ്നറ്റിക്. അതെങ്ങനെയാണെന്ന് നോക്കാം. And ferrimagnetism. This is similar to antiferromagnetism, but the atomic magnetic moments in some directions
ആർ ഡിഫറൻറ്റ് ടു ദോസ് ഓറിയൻറ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് ഈ ചില ദിശയിലുള്ള ഈ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് മറ്റതിനേക്കാൾ കുറവായിരിക്കും. റിസൾട്ടിങ് ഇൻ എ നെറ്റ് മാഗ്നറ്റൈസേഷൻ ദാറ്റ് ഈസ് വെരി സ്മോൾ. ദീസ് സബ്സ്റ്റൻസ് ആർ കോൾഡ് ഫെറൈറ്റ്സ്. അപ്പോൾ ഫെറൈറ്റ്സിൽ ഭൂരിപക്ഷം മോളിക്യൂൾസിൻ്റെയും അറ്റോമിക് മാഗ്നറ്റ് ഒരു ദിശയിലേക്കായിരിക്കും. ഇനി മറ്റ് ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിന് മൊമെൻറ്റ് കുറവുള്ളത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ ഫെറി മാഗ്നറ്റിക് എന്ന് പറയുന്നത്. അവയെ പൊതുവെ പറയുന്ന പേരാണ് ഫെറൈറ്റ്സ്. ഫെറൈറ്റ്സ് ആർ ജനറലി റെപ്രസെൻറ്റഡ് ബൈ എ കെമിക്കൽ ഫോർമുല XOFe2O3. ഇപ്പോൾ ഫെറൈറ്റ്സിൻ്റെ പൊതുവായിട്ടുള്ളൊരു കെമിക്കൽ ഫോർമുല XOFe2O3 ആണ്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മെറ്റാലിക് എലമെൻറ്റ് വരും, മെറ്റൽ വരും. വേർ എക്സ് സ്റ്റാൻഡ്സ് ഫോർ എന്താ ഫോർമുല? X stands for Mn, CO, nickel, copper, Mg, magnesium, zirconium, Zr, etc. Note that if X is Fe, ആ ഫോർമുലയിൽ എക്സിൻ്റെ സ്ഥാനത്ത് Fe നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദ കോമ്പൗണ്ട് ഈസ് Fe3O4. നോക്കിക്കേ, നമുക്ക് ആ ഫോർമുല നോക്കാം. ആ ഫോർമുല നോക്കിയിട്ട് XOFe2O3 എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ Fe കൊടുക്കുകയാണെങ്കിൽ ആ Fe പിന്നെ ഒരു 2 Fe ഉണ്ടല്ലോ, അപ്പോൾ Fe3 വരും. O ഉണ്ട്, O3 ഉണ്ട്, അപ്പോൾ O4 വരും. അങ്ങനെ Fe3O4 കിട്ടും. അവിടെ Fe3O4 ഈ എഴുതിയിരിക്കുന്നത്. നോട്ട് ദാറ്റ് ഇഫ് എക്സ് ഈസ് Fe, then the compound is Fe3O4. Fe3O4 ഈസ് മാഗ്നറ്റൈറ്റ്, അയണോറാണ്. Fe3O4 എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്, വിച്ച് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ നാച്ചുറൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ എനിക്കത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഈ പടം മാത്രം പഠിച്ചാൽ ഓർത്തിരിക്കാവുന്നതാണ്. ആദ്യം കാണുന്നത് ഫെറോമാഗ്നറ്റിസം. അത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഡൊമൈൻ തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം. ഡൊമൈനിലുള്ള എല്ലാ അറ്റോമിക് മാഗ്നറ്റുകളും ഒരേ ഡയറക്ഷനിലായിരിക്കും, എല്ലാ ഡൊമൈനും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഫെറോമാഗ്നറ്റിക് വസ്തു ഹൈ മാഗ്നറ്റൈസേഷൻ കാണിക്കുന്നത്. ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ഇത്തരം ഡൊമൈനിൽ ഉള്ള അറ്റോമിക് മാഗ്നറ്റുകളിൽ പകുതി എണ്ണം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓറിയൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ മൊമെൻറ്റ്. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റൈസേഷൻ അതിന് 0 ആയിരിക്കും. ഇനി ഫെറി മാഗ്നറ്റിസിലാണെങ്കിൽ പിന്നെ ഈ പകുതിയോളം വരുന്ന മോളിക്യൂൾ ഓപ്പോസിറ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുമെങ്കിലും ആ ഓരോ ആറ്റത്തിൻ്റെയും അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് കുറവായതുകൊണ്ട് അതിന് ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാകും. അതാണ് വ്യത്യാസം. ആ മാഗ്നറ്റിക് മൊമെൻ്റാണ് നമ്മൾ ഈ ആരോ കൊണ്ട് കാണിക്കുന്നത്. ചിലതിന് ആരോയ്ക്ക് നീളം കൂടുതലാണല്ലോ, അത് ഒരു ദിശയിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നീളം കുറവാണ് ആ ആറ്റത്തിന്, മൊമെൻറ്റിന്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നെറ്റ് മാഗ്നറ്റൈസേഷൻ വരും. പക്ഷെ അതിന് തൊട്ട് മുകളിലുള്ള ആൻറ്റി ഫെറോ മാഗ്നറ്റിസിൽ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ഈ പടം ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഈ മൂന്നാമത്തെ പടത്തിൽ, ലാസ്റ്റ് പടത്തിൽ, ഫെറി മാഗ്നറ്റിസം പടത്തിൽ ഓപ്പോസിറ്റായി ഡയറക്റ്റ് ചെയ്യുന്ന ആറ്റമാണ് നമ്മൾ ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത്. അതിന് നീളം കുറച്ചാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡാണ്. ഈ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ് മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ റിസൾട്ടൻ്റ് വരും, ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ വരും. അതാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്, മാഗ്നറ്റിസം. ഈ ആൻറ്റി ഫെറോ മാഗ്നറ്റിസിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോളിക്യൂളും പിന്നെ ഒരേ മേൽപോട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന മോളിക്യൂളും ഒരേ ലെങ്താണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നെറ്റ് മാഗ്നറ്റൈസേഷൻ ഇല്ല. ഇനി ഫെറോ മാഗ്നറ്റിക്സ് ആണെങ്കിൽ എല്ലാ മോളിക്യൂളും ഒരേ ദിശയിലാണ്, അതിന് മാഗ്നറ്റൈസേഷൻ സ്ട്രോങ് ആയിരിക്കും. ഇതാണ് വ്യത്യാസം. ഈ പടം ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലാകും, അത് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഫെറൈറ്റ്സ്? ഗിവ് എക്സാമ്പിൾസ്. ഫെറൈറ്റ്സ് ആണ് നമ്മൾ മോളിൽ ഇത് കാണിച്ചത്, അതായത് ആ ഫോർമുല കൊണ്ട് കാണിക്കാവുന്നത്. FeO2O3 കൊണ്ട് കാണിക്കാവുന്ന വസ്തുക്കളാണ് ഫെറൈറ്റ്സ്.
ആ ഫോർമുല കൊണ്ട് നമുക്ക് എക്സോ Fe2O3 കൊണ്ട് കാണിക്കാവുന്ന വസ്തുക്കൾ, അതിനെയാണ് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് ഒരു ഫെറൈറ്റ് ആണ്. ഇനി ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വാട്ട് ഈസ് നീൽ ടെമ്പറേച്ചർ? നീൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എക്സിസ്റ്റ്, ഒരു ടീം മതി, എക്സിസ്റ്റ് ഒൺലി ബിലോ എ സെർട്ടൺ ടെമ്പറേച്ചർ കോൾഡ് നീൽ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു വസ്തു ആൻറ്റിഫെറോമാഗ്നറ്റിക്കായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് താഴെയായിരിക്കണം. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേര് നീൽ ടെമ്പറേച്ചർ. ആൻറ്റിഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് only below a certain temperature called Neal temperature. These substances show maximum susceptibility at this temperature. ഇത്തരം വസ്തുക്കൾ ഈ നീൽ ടെമ്പറേച്ചറിൽ മാക്സിമം സസെപ്റ്റബിലിറ്റി കാണിക്കും. ഇനി രണ്ട് പ്രോബ്ലം ഉണ്ട്. നമ്മൾ പഠിച്ച പഴയ ഐഡിയ, നമ്മൾ സൈക്ലോട്രോണിലൊക്കെ പഠിച്ചിട്ടുള്ള, +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പഴയ ഐഡിയ വെച്ചുള്ള പ്രോബ്ലമാണ്. അതിവിടെ ചോദിക്കാവുന്നതാണ്. പഴയ ഐഡിയ വെച്ചുള്ള പ്രോബ്ലം, ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതൊക്കെ വെച്ചുള്ള ഒരു പ്രോബ്ലമാണ്. മനസ്സിലാകും, നോക്കിക്കൊള്ളുക. എ പാരാമാഗ്നറ്റിക് ഗ്യാസ്, ഇപ്പോൾ ഓക്സിജൻ പോലുള്ള ഗ്യാസ്, എ പാരാമാഗ്നറ്റിക് ഗ്യാസ് ഹൂസ് ആറ്റംസ് ഹാവ് മാഗ്നറ്റിക് ഡൈപോൾസ് dipole moment 10⁻⁻23 Arm/m² is placed in an external magnetic field of 1 Tesla at room temperature 27 degrees centigrade. Calculate and compare the mean kinetic energy of translation and the magnetic energy. Boltzmann's constant K is equal to 1.38 into 10⁻⁻23 joule per K. അപ്പോൾ നമ്മൾ ഒരു പാരാമാഗ്നറ്റിക് ഗ്യാസിനെ വിചാരിക്കണം. ഇപ്പോൾ ഓക്സിജൻ പോലെ വിചാരിച്ചാലും മതി. അത് 1 ടെസ്ല ഫീൽഡ് ഇരിക്കുകയാണ്. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 10⁻⁻23 ആണ് ഓരോ മോളിക്യൂളിൻ്റെയും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെയും. ഇത് വിചാരിക്കണം 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതിൻ്റെ മീൻ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ അതും കണ്ടുപിടിക്കണം. അതുപോലെ മാഗ്നറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നോക്കണം, ഒരു പാരാമാഗ്നറ്റിക് ഗ്യാസ്, അപ്പോൾ അത് നമ്മൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ്, ഓക്സിജൻ അല്ല, ഒരു മോണോ അറ്റോമിക് ഗ്യാസ് വിചാരിച്ചാണ്. മോണോ അറ്റോമിക് പാരാമാഗ്നറ്റിക് ഗ്യാസ് വിചാരിക്കണം, അല്ലെങ്കിൽ എലമെൻറ്റ് വിചാരിക്കണം, ഒരു മെറ്റൽ വിചാരിക്കണം. ഇവിടെ ഗ്യാസാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അത് മോണോ അറ്റോമിക് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 273 + 27, അത് ടെമ്പറേച്ചർ എപ്പോഴും K ആക്കണം. അപ്പോൾ 300 K എന്ന് കിട്ടും. Kയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട UT, അതായത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കാണാം. അപ്പോൾ ഒരു മോണോഅറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ട്രാൻസ്ലേഷൻ K എന്ന് പറഞ്ഞാൽ 3/2 kT ആണ്. 3/2 kT അങ്ങനെ ഫോർമുല ആണ്. കാരണം ഒരു മോണോഅറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ½ kT ആണ്. നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങൾ ½ kT ½ RT പഠിച്ചിട്ടുണ്ട്. ½ RT ഒരു മോളിനാണ്, ½ kT ഒരു മോളിക്യൂളിനാണ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിനാണ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി 3/2 kT ആണ്. അപ്പോൾ 3/2 ഇൻറ്റു Kയുടെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു ടെമ്പറേച്ചർ 300. അത് നമുക്ക് 6.21 ഇൻറ്റു 10⁻⁻21 ജൂളെന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ആൻസർ, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്. ഇനി സെക്കൻഡ് കാണേണ്ടത് നമുക്ക് മാഗ്നറ്റിക് എനർജിയാണ്. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാമല്ലോ, അത് നമ്മൾ -mb cos θ എന്നാണ് പറയുന്നത്. ഒരു ദിശയിൽ ഈ ആറ്റം റൊട്ടേറ്റ് ചെയ്താൽ വേറൊരു -mb cos θ തരും. അതിൻ്റെ മാക്സിമം വാല്യൂ കൂട്ടുമ്പോൾ നമ്മൾ ടോയ്സ് എടുക്കും, ടോയ്സ്. അപ്പോൾ അത് 2mb cos θ ആണ്. ഇപ്പോൾ cos θ നമ്മൾ cos 0 എന്ന് എടുക്കുന്നത്, അപ്പോൾ 2mb. അപ്പോൾ ഈ മാഗ്നറ്റിക് എനർജിക്ക് 2mb എന്നൊരു ഫോർമുലയുണ്ട്. അതായത് ഒരു ദിശയിൽ mb ആണെങ്കിൽ മറ്റേ ദിശയിൽ -mb ആയിരിക്കും. അപ്പോൾ നെറ്റ് എനർജി ആയിട്ട് കൂടുതൽ ടോയ്സ് ആയിട്ട് എടുക്കുന്നത് 2mb. നിങ്ങൾ പഠിച്ചുള്ള -mb cos θ ഈ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ cos θ cos 0 കൊണ്ടായിട്ട് എടുക്കുകയാണ്, മാക്സിമം ആണല്ലോ കാണുന്നത്. അപ്പോൾ ഒരു ദിശയിൽ -mb, മറ്റേ ദിശയിൽ -mb, അങ്ങനെ -2mb അല്ലെങ്കിൽ ന്യൂമറിക്കലി 2mb എന്ന് കൊടുക്കുക. അപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട, മാഗ്നറ്റിക് എനർജി 2mb എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ കാണിച്ചിട്ടുണ്ട് U മാഗ്നറ്റിക് UM എന്നിവിടെ പറയാം. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് M is 10⁻⁻23, B is equal to 1 Tesla,
യു ബി മാഗ്നറ്റിക് എനർജി, യു എം എന്നോ യു ബി എന്ന് പറയാം. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിസിറ്റി ബി ആയതുകൊണ്ടാണ് യു ബി എന്ന് കൊടുക്കുന്നത്. യു ബി ഇസ് 2 MB. ഫോർമുല ഓർത്തിരിക്കണേ, നമ്മൾ വേറെ ഇവിടെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ പ്രവൃത്തി പഠിക്കണം. 2 × 10⁻23 എമ്മിൻ്റെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നത് ആ പടത്തിൻ്റെ ജസ്റ്റ് മുകളിൽ. ഇൻറ്റു ബി 1 ടെസ്ല അതുകൊണ്ട്. അപ്പോൾ 2 × 10⁻23 ജൂളെന്ന് കിട്ടും. അപ്പോൾ കമ്പാരിസനാണ്. ഇപ്പോൾ കമ്പാരിസൺ നമ്മൾ കാണുമ്പോൾ UT/UB എന്നാണ് കമ്പാരിസൺ. രണ്ട് എനർജിയുടെ റേഷ്യോ കാണുക, അതാണ് കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിക്കുക. ദാറ്റ് ഈസ് 10⁻21/2 × 10⁻6.21 × 10⁻21/2 × 10⁻23 ദാറ്റ് ഈസ് 311. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഈസ് ദ ആൻസർ. അത് ആ പ്രോബ്ലം തീർന്നു. ഇനി അടുത്തൊരു പ്രോബ്ലം. Calculate the change in magnetic moment of a circulating electron in applied field of 2.0 Tesla acting perpendicular to the plane of the orbit. The radius of the orbiting electron is equal to 0.529 × 10⁻10 meter. ഇപ്പോൾ ഓർബിറ്റിംഗ് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് റേഡിയസ് 0.529 × 10⁻10 മീറ്റർ ആണ്. അവിടെ ഫീൽഡ് 2.0 ടെസ്ലയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. അങ്ങനെ കറങ്ങുമ്പോൾ എത്ര മാഗ്നറ്റിക് മൊമെൻറ്റ് വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മൊമെൻറ്റ് പറയണം. ഈ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ, കറങ്ങുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു കറണ്ട് ലൂപ്പാണ്. കറണ്ട് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് +2 ക്ലാസ്സിൽ പഠിക്കും. IA, കറണ്ട് ഇൻറ്റു ഏരിയ, അതാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഈ I എന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്, സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ I എന്നുള്ളത് കറണ്ടാണ് കേട്ടോ. കറണ്ട് അത് ചാർജ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ E/T ഒരു റൊട്ടേഷൻ നമ്മൾ എടുക്കുന്നത്, ഒരു റൊട്ടേഷൻ ഒരു കറക്കത്തിൻ്റെ സമയമായിട്ട് എടുക്കുമ്പോൾ ഇലക്ട്രോണാണ് കറങ്ങുന്നത്. ഇലക്ട്രോണിക് ചാർജ് E ആണ്, E/T. ഈ 1/T വെച്ചാൽ 1 പീരീഡ്, അത് ഫ്രീക്വൻസിയാണ് FE. ഇപ്പോൾ F × എന്ന് കിട്ടും. 1/T F ആണ് ഇൻറ്റു E. ഇപ്പോൾ കറണ്ടിന് Q/T അല്ലെങ്കിൽ E/T അല്ലെങ്കിൽ F × E എന്ന് എഴുതാം നമുക്ക്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ M എന്നുള്ളത് IA = F × A, where F is the frequency of revolution of the electron. ഇനി F കാണാനായിട്ട് ω/2π എന്ന റിലേഷൻ ഉണ്ടല്ലോ, കാരണം ω is 2πf, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ω is 2πf. ആ F കൂടി കൊടുത്ത് പിന്നെ ഏരിയ, ഒരു സർക്കിൾ ഏരിയ πr² ആണ്, അത് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? എമ്മിൻ്റെ ഇക്വേഷൻ FEA എന്നുള്ളത്. FEAക്ക് എഫിന് പോലെ ω/2π എഴുതാം, പിന്നെ ഈ അതുപോലെ എഴുതി, പിന്നെ ഏരിയ πr² എന്ന് എഴുതി, ഒരു പൈയും വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടുന്നത് ½ ω/ER² എന്ന് കിട്ടും. ഇതാണ് മാഗ്നറ്റിക് മൊമെൻ്റ് ഇക്വേഷൻ. നമുക്ക് മാഗ്നറ്റിക് മൊമെൻ്റാണ് കണ്ടുപിടിക്കുന്നത്, ചേഞ്ചാണ് കാണുന്നത്. ഇനി ഓർക്കണം, വെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് ദി ആംഗുലാർ ഫ്രീക്വൻസി ω ചേഞ്ചസ് ബൈ Δω. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ω, ആംഗുലാർ വെലോസിറ്റി തന്നെയാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω, ആ Δω കൊണ്ട് ചേഞ്ച് ചെയ്യും. ഈ Δω ഇക്വേഷൻ B/2m എന്നാണ്. B/2m അത് എവിടെ വരും ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് പിന്നെ സൈക്ലോട്രോൺ പ്രിൻസിപ്പിളൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു സീമൻ എഫക്റ്റൊക്കെ ഉണ്ട്, അത് എനിക്ക് പഠിക്കാനില്ല. ആ സീമൻ എഫക്റ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ Δω B/2π B/2m എന്ന് വരും. ബിക്ക് പകരം B0 കൊടുത്തിരിക്കുന്നു, എമ്മിന് പകരം മാസ് ഓഫ് ഇലക്ട്രോൺ M എന്ന് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. B/2m ആണ്. അത് B0 E/2m എന്ന് കൊടുക്കും. B0 ഫീൽഡ്, M ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ. ± കൊടുക്കുന്നത് ഈ ഇലക്ട്രോൺ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ കറങ്ങാനല്ലോ, അതുകൊണ്ടാണ്. വേറെ B0 ഇസ് ദ ഫീൽഡ് ആൻഡ് M ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി ω ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ അത് നമുക്ക് മൊമെൻറ്റ് കിട്ടുന്നത്. ഇനി Δω ആണ് ചേഞ്ചെങ്കിൽ ഒമേഗയ്ക്ക് പകരം നമുക്ക് ആ ഫോർമുലയിൽ Δω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതായത് M ഈസ് ഈക്വൽ ടു ½ ω/ER² ചേഞ്ച് കാണുമ്പോൾ ഒമേഗയ്ക്ക് പകരം Δω ഇടേണ്ടി വരും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, കണ്ടോ, നമ്മൾ ½ ± ER² ആദ്യം എഴുതി. Δω ± അതിൻ്റെ ± ആദ്യം എഴുതി, പിന്നെ ½ ഒമേഗയ്ക്ക് പകരം ആ Δω കൊടുക്കണം, അത് അവസാനം കൊടുത്തിരിക്കുക ½ ER² × Δω.
നമ്മൾ നേരത്തെ പറഞ്ഞ എം ഈസ് ഈക്വൽ ഹാഫ് ഒമേഗ ഇ ആർ സ്ക്വയർ എന്ന് എഴുതിയത്. ചേഞ്ചാണ് കാണേണ്ടത്. ഇപ്പോൾ ചേഞ്ച് കാണുമ്പോൾ ഒമേഗയ്ക്ക് വരും ഡെൽറ്റ ഒമേഗ കൊടുക്കണം. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഒമേഗ. ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ കൊടുക്കുക. ഹാഫ് ഇൻറ്റു ഇ ആർ സ്ക്വയർ ഇൻറ്റു ബി 0 ബൈ 2 എല്ലാ വാല്യൂവും അവിടെ കൊടുക്കുക. പ്ലസ് ഓർ മൈനസ് ഹാഫിൻ്റെ 2 താഴെയിട്ടുണ്ട് 1/2. പിന്നെ ഈ 1.6 ഇൻറ്റു 10⁻⁻⁹ 6.529 ഇൻറ്റു 10⁻⁻10 ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ. പിന്നെ ബി 2 ടെസ്ല. ഈ 1.6 ഇൻറ്റു 10⁻⁻19 താഴെ ഒരു 2 ഉണ്ട്. ഹാഫിന് 2 നേരത്തെ ഉണ്ട്, പിന്നെ 2 പിന്നെ അടുത്ത 2 ഉണ്ട്. മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാമല്ലോ, 9.1 ഇൻറ്റു 10⁻31 ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് 3.9 ഇൻറ്റു 10⁻27 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മൾ എം ഈസ് ഈക്വൽ ഹാഫ് ഒമേഗ ഇ ആർ സ്ക്വയറിൽ ചേഞ്ച് കാണുമ്പോൾ ഒമേഗയ്ക്ക് പോലെ ഡെൽറ്റ ഒമേഗ കൊടുക്കണം. ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ b/2 ആവും. ബി ആണ് ബി 0 എന്ന് പറയുന്നത്, എം ആണ് എം ഇ എന്ന് പറയുന്നത്. That is all with your 37th lecture on complementary physics. With this, the magnetism chapter is over. What is remaining is the last chapter, the current electricity. That we continue in the next class. Thank you very much.